അമേരിക്കയുടെ കൊളംബിയ ക്ലാസ് SSBN പ്രോഗ്രാമിലെ കാലതാമസവും ചിലവ് വർധനയും രാജ്യത്തിന്റെ ആണവ പ്രതിരോധത്തിനും ചൈനയുടെ നാവികശേഷിയോട് മല്ലിടാനുള്ള കഴിവിനും ഇപ്പോൾ ഒരു ഭീഷണിയായിരിക്കുകയാണ്. കടലിനടിയിലെ കാലഹരണപ്പെടുന്ന ആണവ പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റി സ്ഥാപിക്കാനുള്ള അമേരിക്കൻ നാവികസേനയുടെ പദ്ധതിക്ക് കാലതാമസം നേരിടുകയാണ്. നാവികസേനയുടെ ആദ്യത്തെ കൊളംബിയ ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി വിതരണം ചെയ്യുന്നതിൽ ഏകദേശം 12 മുതൽ 16 മാസം വരെ കാലതാമസം നേരിടുമെന്നാണ് US കൺഗ്രഷണൽ റിസർച്ച് സർവീസ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത് പഴകിയ ഒഹിയോ ക്ലാസ് സബ്മറൈൻ സമയബന്ധിതമായി മാറ്റി സ്ഥാപിക്കുന്നതിന് ഭീഷണിയാകുന്നു. കപ്പൽശാലയിലെ ജീവനക്കാരുടെ ക്ഷാമം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ഘടക വിതരണത്തിലെ തടസ്സങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഗ്രൂമ്മന്റെ വൈകിയ ടർബൈൻ ജനറേറ്ററുകൾ, ഹണ്ടിങ്ടൺ ഇൻഗാൾസ് ഇൻഡസ്ട്രീസിന്റെ വാട്ടർക്രാഫ്റ്റ് വിഭാഗം എന്നിവ കാരണമുണ്ടായ ഈ കാലതാമസം തുടർന്നുള്ള അന്തർവാഹിനികളിൽ ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനായി 5 ഒഹിയോ ക്ലാസ് ബോട്ടുകളുടെ സേവന ആയുസ് നീട്ടുന്നതിനെക്കുറിച്ച് നാവികസേന പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഈ തന്ത്രത്തിൽ അധിക ചെലവുകളും ലോജിസ്റ്റിക്കൽ തടസ്സങ്ങളും ഒരു ഭീഷണിയാണ്. അതേസമയം കൊളംബിയ ക്ലാസ് SSBNകളുടെയും വിർജീനിയ ക്ലാസ് ആക്രമണ അന്തർവാഹിനികളുടെയും ഒരേ സമയത്തെ നിർമ്മാണം വ്യാവസായിക അടിസ്ഥാന വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കപ്പൽശാലകളും വിതരണക്കാരും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പാടുപെടുകയാണ്. 2028 ആകുമ്പോഴേക്കും വിർജീനിയ ക്ലാസ് ഉൽപാദനം പ്രതിവർഷം 2 ബോട്ടുകളായി ഉയർത്താൻ അമേരിക്കൻ നാവികസേനയും വ്യവസായവും ലക്ഷ്യമിടുന്നു. കൊളംബിയ ക്ലാസ് പ്രോഗ്രാമിന്റെ സംഭരണ ബജറ്റ് കഴിഞ്ഞ വർഷം മാത്രം 12.1% വർദ്ധിച്ചതോടെ ഉയർന്നുവരുന്ന ചെലവുകൾ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി. കൂടുതൽ അധിക ചെലവുകൾ നാവികസേനയുടെ മറ്റ് കപ്പൽ നിർമ്മാണ പരിപാടികളിൽ നിന്നുള്ള ധനസഹായം ചോർത്താൻ ഇടയാക്കും. ഇത് പ്രതിരോധ വകുപ്പിന്റെ ദീർഘകാല നാവിക തന്ത്രത്തിന്മേൽ അധിക സമ്മർദ്ദം ചെലുത്തും. വർദ്ധിച്ചു വരുന്ന ചെലവുകളും കാലതാമസവും കണക്കിലെടുത്ത് അമേരിക്കയ്ക്ക് മുമ്പെന്നത്തേക്കാളും അടിയന്തരമായി അന്തർവാഹിനി ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടി വന്നേക്കാം. അമേരിക്കയുടെ കാരിയർ യുദ്ധ സംഘങ്ങളെ തായ്വാനിൽ നിന്ന് അകറ്റി നിർത്താൻ ചൈന നിലവിൽ DF-21D, DF-26B പോലുള്ള കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളെയാണ് ആശ്രയിക്കുന്നത്. ഡൈവിംഗ് വഴി രക്ഷപ്പെടാൻ കഴിയുന്ന SSNകൾക്കെതിരെ ASBMകൾ ഉപയോഗശൂന്യമാണ്. SSNകൾ മാസങ്ങളോളം സ്വയം പര്യാപ്തമാണെങ്കിലും പസഫിക്കിലെ അമേരിക്കയുടെ വിതരണ ശൃംഖലകൾക്ക് ഭീഷണിയുണ്ടെങ്കിൽ അത് പോരായ്മയാകും. തായ്വാൻ സംഘർഷത്തിൽ SSNകളെ ആദ്യ പ്രതികരണ സേനയായി കണക്കാക്കാമെന്നായിരുന്നു 2024 അമേരിക്കൻ അഫയേഴ്സ് ലേഖനത്തിൽ ജെറി ഹെൻഡ്രിക്സ് നിർദ്ദേശിച്ചത്. എന്നാൽ ശീതയുദ്ധാനന്തരം അമേരിക്കൻ അന്തർവാഹിനിയുടെ വ്യാവസായിക അടിത്തറ ഇളകുകയും അതിന്റെ ഫലമായി അമേരിക്കക്ക് ആവശ്യത്തിന് അന്തർവാഹിനികൾ ഇല്ലാതെ വരികയും ചെയ്തു. അമേരിക്കയുടെ SSBN കപ്പലിന്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല. 2024 ഓഗസ്റ്റ് വരെ 14 ഒഹിയോ ക്ലാസ് സബ്മറൈനുകൾ അമേരിക്കയുടെ സമുദ്ര അധിഷ്ഠിത ആണവ പ്രതിരോധത്തിന്റെ അടിത്തറയായി പ്രവർത്തിച്ചിരുന്നു. ഓരോ ഒഹിയോ ക്ലാസ് മറൈനുകളിലും ട്രൈഡന്റ് 2D5 അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ ഘടിപ്പിച്ച 20 മിസൈൽ ലോഞ്ച് ട്യൂബുകളുണ്ട്. പഴയ മിസൈലുകൾക്ക് പകരം ട്രൈഡന്റ് 2D5 മെച്ചപ്പെട്ട കൃത്യതയ്ക്കായി നാവികസേന ഉപയോഗിക്കുന്നു. ഇനി അമേരിക്കൻ നാവികസേനയ്ക്ക് 20 ലോഞ്ച് ട്യൂബുകളും ഓരോ മിസൈലിനും 4 വാർ ഹെഡുകളുമുള്ള 12 പ്രവർത്തനക്ഷമമായ ഒഹിയോ ക്ലാസ് SSBNകൾ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അവർക്ക് 960 വാർ ഹെഡുകൾ ഉണ്ടെന്ന് റിപ്പോർട്ട് പരാമർശിക്കുന്നു. എന്നാൽ ചെറിയ അറ്റകുറ്റപ്പണികൾ കാരണം ഒരു സമയം 8 മുതൽ 10 ഒഹിയോ ക്ലാസ് SSBNകൾ മാത്രമേ വിന്യസിക്കാറുള്ളൂ. അതിനാൽ ഫീൽഡിൽ സജീവമായ വാർഹെഡുകളുടെ എണ്ണം 720-നടുത്ത് മാത്രമാണ്. 2027 മുതൽ പ്രതിവർഷം ഏകദേശം ഒരെണ്ണം എന്ന നിരക്കിൽ ഒഹിയോ ക്ലാസ് സബ്മറൈനുകൾ നിർത്തലാക്കാനുള്ള അമേരിക്കൻ നാവികസേനയുടെ പദ്ധതി രാജ്യത്തിന്റെ സമുദ്രാധിഷ്ഠിത പ്രതിരോധത്തിന്റെ വിശ്വാസ്യതയെയും അതിജീവനത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. SSBN കപ്പലുകൾ അമേരിക്കയുടെ പരിമിത പ്രതിരോധ സിദ്ധാന്തത്തിന്റെ മൂലക്കല്ലാണെന്ന് പരാമർശിക്കപ്പെട്ടിരുന്നു. SSBN സ്റ്റെൽത്തും അതിജീവനവും മറ്റെല്ലാ ആണവ ശക്തികളെയും ഇല്ലാതാക്കുന്ന ആദ്യ ആക്രമണത്തെ നിരുത്സാഹപ്പെടുത്തുകയും കുറഞ്ഞ ചെലവിൽ തന്ത്രപരമായ സ്ഥിരത സൃഷ്ടിക്കുകയും ചെയ്യും. ബോംബറുകൾ പോലുള്ള മറ്റ് ഡെലിവറി ഓപ്ഷനുകളെയും ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളെയും അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ ഒന്നിലധികം ലക്ഷ്യങ്ങൾക്കെതിരെ പ്രതിരോധം നിലനിർത്താൻ SSBN കപ്പലിന് കഴിയുമെങ്കിലും ഇവ പ്രതിരോധത്തിന് ഉതകുന്നവയല്ല. US SSBN കപ്പൽപ്പട അമേരിക്കയുടെ അണ്ടർസീ ന്യൂക്ലിയർ ആയുധ ശേഖരത്തിന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തിയേക്കാം. പട്രോളിംഗിൽ ഒരു SSBN മാത്രം നഷ്ടപ്പെട്ടാൽ പോലും ന്യൂക്ലിയർ ട്രയാഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും. ചൈന വിമാനവാഹിനി കപ്പലുകളും ആണവ അന്തർവാഹിനികളും നിർമ്മിക്കുന്നത് അമേരിക്കക്ക്
അതേ കപ്പലുകൾ നിർമ്മിക്കാൻ എടുക്കുന്നതിന്റെ പകുതി സമയത്തിനുള്ളിലാണ് എന്ന് ബിഡൽ ആൻഡ് ലാബ്സ് പറയുന്നു. ഭാവിയിലെ യുദ്ധങ്ങൾ ഹ്രസ്വകാലമായിരിക്കുമെന്ന് കരുതുന്ന അമേരിക്ക സ്വയം ഗുരുതരമായ അപകട സാധ്യതയിലാണെന്നും അമേരിക്ക ചൈന നാവിക സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ നാവിക യുദ്ധങ്ങൾക്കുള്ള മത്സരാധിഷ്ഠിത ഉൽപാദനത്തിന്റെ ചലനാത്മകത പരിഗണിച്ച് ലഘൂകരിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.